നമസ്കാരം കൂട്ടുകാരെ, 2024 പുറത്തിറങ്ങിയ ജർമ്മൻ ചലച്ചിത്രം ദ ലാസ്റ്റ് കുമിറ്റിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് മൈക്കിൾ റിവേഴ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആളൊരു കരാട്ടെ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് ബ്രി എന്നു പേരുള്ള ഒരു മകളുണ്ട്. അന്ന് അദ്ദേഹം തന്റെ മകൾ ബ്രിയെ കരാട്ടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. ശേഷം അവരൊന്നിച്ച് ബ്രിയുടെ അമ്മയുടെ കുഴിമാടത്തിൽ പോയി. മൈക്കിളിന്റെ ഭാര്യ സമന്ത റിവേഴ്സ് മരണപ്പെട്ടിട്ട് 3 കൊല്ലം പിന്നിട്ടിരുന്നു. അടുത്ത ദിവസം മൈക്കിളിന് ഒരു കരാട്ടെ ടൂർണമെന്റിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. ന്യൂയോർക്കിൽ വെച്ച് നടന്ന ന്യൂയോർക്ക് സ്റ്റേറ്റ് ഓപ്പൺ കരാട്ടെ ടൂർണമെന്റ് അമേരിക്കയിലെ മുഴുവൻ കരാട്ടെ മാസ്റ്റേഴ്സും വന്നെത്തുന്ന കോമ്പറ്റ് ചെയ്യുന്ന ഒരു മത്സരമാണ്. മത്സരത്തിൽ മികച്ച രീതിയിൽ മൈക്കിൾ റിവേഴ്സ് പങ്കെടുത്തു. അതിൽ വിജയിക്കുകയും ചെയ്തു. ഭാര്യയുടെ മരണത്തോടെ മകൾ മാത്രമായതോടെ ഇനി തന്റെ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യാൻ മൈക്കിൾ അതോടെ തീരുമാനിച്ചിരുന്നു. അന്ന് വൈകിട്ട് തന്റെ വിജയം ആഘോഷിക്കുമ്പോൾ മകൾ ബ്രിയുടെ അടുക്കൽ താൻ റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെപ്പറ്റി മൈക്കിൾ അറിയിച്ചു. ഇനി മുതൽ മകളെ നോക്കി ഡോജോയും നോക്കി നടത്തി സന്തോഷത്തോടെ ജീവിക്കണം എന്നതായിരുന്നു മൈക്കിളിന്റെ ഉദ്ദേശം. ആ സമയത്താണ് മധ്യവയസ്കനായ മുടി നീട്ടി വളർത്തിയ ഒരു വ്യക്തി മൈക്കിളിന്റെ അടുത്തേക്ക് എത്തുന്നത്. മൈക്കിളിനെ അയാൾ പരിചയപ്പെട്ടു. റോൺ ഹാൾ എന്നായിരുന്നു അയാളുടെ പേര്. താനൊരു ബിസിനസ്സുകാരനാണെന്നും ബൾഗേറിയയിൽ വെച്ച് താനൊരു അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് ടൂർണമെന്റ് നടത്തുന്നുണ്ടെന്നും $1 മില്യൺ പ്രൈസാണ് അതിനായി വിന്നർക്ക് കൊടുക്കുന്നതെന്നും അതിൽ പങ്കെടുക്കുന്നോ എന്നും റോൺഹാൾ മൈക്കിളിനോട് തിരക്കി. സാധാരണ കരാട്ടെ കോമ്പറ്റീഷനുകളായ കുമിറ്റെ പോലല്ല, പ്രത്യേക നിയമങ്ങൾ വെച്ച് തയ്യാറാക്കപ്പെട്ട കോമ്പറ്റീഷനാണത് എന്നുമൊക്കെ റോൺഹാൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന മൈക്കിളിന് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഏറെ വിനയത്തോടെ തന്നെ മൈക്കിൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പിന്നീട് അന്ന് മൈക്കിൾ വീട്ടിലേക്ക് എത്തി ബ്രിയെ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ വീട്ടിൽ ബ്രിയെ കാണുന്നുണ്ടായിരുന്നില്ല. തനിക്ക് കിട്ടിയ ഓഫറിനെ പറ്റിയൊക്കെ ബ്രിയോട് പറയാം എന്നായിരുന്നു മൈക്കിൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ ബ്രിയെ കാണാതായതോടെ മൈക്കിൾ അല്പം പാനിക്കായി. അപ്പോഴാണ് അവിടുത്തെ കണ്ണാടിയിൽ ബ്രി തട്ടിക്കൊണ്ട് പോവപ്പെട്ടിരിക്കുന്നു എന്നതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത് മൈക്കിളിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ചെയ്തിരിക്കുന്നത് റോൺഹാളിന്റെ ആളുകളാണ് എന്നും മൈക്കിൾ തിരിച്ചറിഞ്ഞു. അതോടെ ബ്രിയെ മോചിപ്പിക്കാൻ ഉടനടി അവിടെ നിന്നും മൈക്കിളിന് പുറപ്പെട്ടു പോവേണ്ടി വരികയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന കാർഡ് അനുസരിച്ച് റോൺഹാൾ തയ്യാറാക്കിയ ഇടത്തേക്ക് മൈക്കിൾ എത്തിച്ചേർന്നു. മൈക്കിൾ അവിടെ എത്തുമ്പോൾ ലോകത്തെ പല ഭാഗത്തു നിന്നുമുള്ള പലതരം ഫൈറ്റേഴ്സും അവിടെ എത്തിച്ചേർന്നിരുന്നു. അവരിൽ പലരുടെയും ഫാമിലിയെ റോൺഹാൾ തട്ടിക്കൊണ്ടുവന്ന് അവരെ ഫൈറ്റിങ്ങിന് നിർബന്ധിപ്പിച്ച് അങ്ങോട്ടേക്ക് എത്തിപ്പിച്ചിരിക്കുകയാണ്. മൈക്കിളിനെ പോലെ തന്നെ അധികം വൈകാതെ റോൺഹാൾ തന്റെ ആളുകൾക്കൊപ്പം അവരുടെ മുമ്പിലേക്ക് വന്നു. റോൺഹാളിനെ കണ്ടതും അവിടുണ്ടായിരുന്ന ഫൈറ്റേഴ്സ് തങ്ങളുടെ ഫാമിലീസിനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ റോൺഹാളിന്റെ തീരുമാനങ്ങളെ എതിർത്ത് കഠിനമായി നിന്ന ഫൈറ്റേഴ്സിനെ മുഴുവൻ അപ്പോൾ തന്നെ വെടിവെച്ചു കൊന്നേക്കാൻ റോൺഹാൾ ഉത്തരവിട്ടു. റോൺഹാളിന്റെ ആളുകൾ അത് നടപ്പിലാക്കുകയും ചെയ്തു. അത് കണ്ടതും മറ്റ് ഫൈറ്റേഴ്സ് ഒന്ന് ഭയന്നിരുന്നു. ഇതേ സമയം അതേയിടത്ത് സെല്ലുകളിലായി ബ്രിയും തട്ടിക്കൊണ്ട് പോരപ്പെട്ട മറ്റ് ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ഗൺഷോട്ട് സൗണ്ട് കേട്ടതും എന്താണ് സംഭവിക്കുന്നത് എന്നോർത്ത് അവരൊക്കെ ഒന്ന് ഭയപ്പെടുന്നുണ്ട്. പിന്നാലെ റോൺഹാൾ മത്സരത്തിന്റെ നിയമങ്ങൾ പറയാൻ തുടങ്ങി. 1-on-1 ഫൈറ്റ് വെച്ചിട്ടാണ് നടക്കുക. മരണം വരെ പോരാടുക എന്നതാണ് ഏറ്റവും ചെറിയ നിയമം. വിജയിക്കുന്ന വ്യക്തിക്ക് കിട്ടുക $1 മില്യൺ ആയിരിക്കും. വിജയിക്കുന്ന വ്യക്തിക്കൊപ്പം മത്സരം തീരുന്നതോടെ അവരുടെയൊക്കെ ഫാമിലി മെമ്പേഴ്സും മോചിപ്പിക്കപ്പെടും. ഒരു പോറൽ പോലും ഏക്കാതെ. നിങ്ങൾക്കൊക്കെ സെൽഫോൺസ് യൂസ് ചെയ്യാൻ അനുവാദമുണ്ട്. പക്ഷേ ഇന്റർനെറ്റ് യൂസ് ചെയ്യാനേ പാടില്ല. പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സിറ്റിയിൽ പോകാം. പിന്നാലെ റോൺഹാൾ തന്റെ ബെസ്റ്റ് ഫൈറ്ററായ ഡ്രാക്കോയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. മറ്റ് ഫൈറ്റേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിനു മുമ്പ് നടന്ന കുമിറ്റിലൊക്കെ വിജയം നേടിയ ക്രൂരനായ ഫൈറ്ററാണ് ഡ്രാക്കോ. എതിരാളിയെ കൊല്ലാൻ പോലും മടിയില്ലാത്തവൻ. റോൺഹാളിന്റെ എക്സ്പ്ലനേഷനൊക്കെ കഴിഞ്ഞതും എല്ലാ ഫൈറ്റേഴ്സിനും അവരവരുടെ മുറികൾ നൽകപ്പെട്ടു. മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ഫൈറ്റേഴ്സിനൊക്കെ അത് അംഗീകരിക്കേണ്ടി വന്നു. ഓരോ ഫൈറ്റേഴ്സിനും ഒരു സഹായിയും ഉണ്ടാകും. മൈക്കിളിന് സഹായിയായി കിട്ടിയത് ക്രിസ് എന്ന വ്യക്തിയെയായിരുന്നു. കാലിന് പരിക്കേറ്റിട്ടുള്ള മുൻകാല ഫൈറ്ററാണ് ക്രിസ്. കൊല്ലപ്പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം റോൺഹാളിന് വേണ്ടി ജോലി നോക്കേണ്ടി വന്ന വ്യക്തിയായിരുന്നു അയാൾ. അവിടെ നിന്ന് രക്ഷപ്പെടൽ അത്ര സാധ്യമാവില്ല. താനൊക്കെ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് ക്രിസ് പറയുന്നുമുണ്ട്. ഡ്രാക്കോയെ എങ്ങനെ പരാജയപ്പെടുത്തും എന്ന് മൈക്കിൾ ക്രിസിനോട് ചോദിച്ചു. ക്രിസ് മറുപടി പറഞ്ഞു, ഡ്രാക്കോയെ പരിചയപ്പെടുത്താൻ അവന്റെ വീക്ക്നെസ് അറിയണം. അതറിയാവുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. വൈകാതെ മൈക്കിളിനെ താൻ അയാളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. ഇതേ സമയം അതേയിടത്ത് മറ്റ് 2 ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. ലീ എന്നും ഡാമൻ എന്നുമായിരുന്നു അവരുടെ പേരുകൾ. മൈക്കിളിനെ പോലെ തന്നെ അവരുടെയും കുടുംബത്തെ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. റോൺഹാൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ലീയും താൻ ഫൈറ്റിനില്ലെന്ന് പറഞ്ഞതാണ്. അതോടെ ലീയുടെ സഹോദരിയെ റോൺഹാൾ തട്ടിക്കൊണ്ടുപോന്നു. ഡേമനെ സംബന്ധിച്ചാണെങ്കിൽ ഡേമന്റെ ഭാര്യയെയാണ് റോൺഹാൾ തട്ടിക്കൊണ്ടു പോന്നിരിക്കുന്നത്.
സംസാരിക്കുന്ന കൂട്ടത്തിൽ ഡേമൻ ലിയോട് പറഞ്ഞു, ഈ റോൺ ഹാളിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ മത്സരത്തിന് ശേഷം അയാൾ ചതിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? ഇങ്ങനെയുള്ളവരൊക്കെ വാക്കുപാലിക്കും എന്നെന്തുറപ്പുണ്ട്? സിറ്റിയിലെ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി റിപ്പോർട്ട് ചെയ്താലോ എന്നായിരുന്നു ഡേമൻ ചിന്തിച്ചത്. ലിയോടും അയാൾ അത് ഷെയർ ചെയ്തു. അടുത്ത ദിവസം തന്നെ ഡേമൻ പോലീസ് സ്റ്റേഷനിലെത്തി അവിടുത്തെ ചീഫിനടുക്കൽ കാര്യം പറഞ്ഞു. പക്ഷേ അതിനോടകം റോൺ ഹാൾ ചീഫിനെ അടക്കം പോക്കറ്റിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. കൈക്കൂലിക്കാരനായ പോലീസ് ഓഫീസർ ഡേമനോട് തിരികെ പോവാനും റോൺ ഹാൾ എന്തു പറയുന്നോ അതുപോലെ ചെയ്യാനുമായിരുന്നു പറഞ്ഞത്. ഇതേ സമയം മറുവശത്ത് ക്രിസ് ആകട്ടെ മൈക്കിളിനെ താൻ പറഞ്ഞ വ്യക്തിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ലോറൻ എന്ന പേരുള്ള കരുത്തുറ്റൊരു മനുഷ്യനായിരുന്നു അത്. ലോറൻ അവിടുത്തെ തൂപ്പുകാരനായി ജോലി നോക്കുകയാണ്. പക്ഷേ ലോറനും ഒരു ഫൈറ്റർ ആയിരുന്നു. മുമ്പ് റോണുമായി ലോറൻ ഏറ്റുമുട്ടിയിട്ട് പോലുമുണ്ട്. ക്രിസ് പറഞ്ഞതനുസരിച്ച് ലോറന് മാത്രമാണ് ഡ്രാക്കോയുടെ വീക്ക്നെസ് അറിയുക. ലോറൻ സഹായിച്ചാൽ കാര്യങ്ങൾ പഠിച്ച് ഡ്രാക്കോയെ പരാജയപ്പെടുത്താൻ മൈക്കിളിന് കഴിയും. മൈക്കിൾ അന്ന് ലോറനോട് സംസാരിച്ചു. റോണിന്റെ പാസ്റ്റിനെ പറ്റി ലോറൻ പറഞ്ഞു. റോൺ പണ്ടുതൊട്ടേ വളരെ ക്രൂരനായ ഒരു കരാട്ടെ മാസ്റ്റർ ആയിരുന്നു. ഓരോ മത്സരത്തിനും തന്റെ എതിരാളികളെ കൊലപ്പെടുത്തുന്ന വ്യക്തി. റോൺ ഹാളിന്റെ ഫാമിലി റിച്ച് ആയതുകൊണ്ട് ഓരോ തവണയും അത്തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവൻ ഈസിയായി ഊരിപ്പോന്നു. ഒടുവിൽ അവൻ കുമേറ്റ് തന്നെ ഏറ്റെടുത്തു. അവന്റെ രീതിയിലേക്ക് അത് മാറ്റി. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മുഴുവൻ ക്രൂരതകൾ മാത്രമാണ്. കുമേറ്റ് ഒരു ഡെത്ത് മാച്ച് ആക്കി റോൺ ഹാൾ മാറ്റിയതിൽ പിന്നെ ലോറൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ റോൺ ഹാൾ അത് സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, ലോറന്റെ മുമ്പിൽ വെച്ച് ലോറന്റെ ഭാര്യയെ കൊന്നുകളയുകയും ചെയ്തു. അന്നു മുതൽ ഒരു തടവറയിൽ എന്ന പോലെ ലോറൻ അവിടുത്തെ ജോലിക്കാരനായി പെട്ടുകിടക്കുകയാണ്. ലോറന്റെ കഥയൊക്കെ കേട്ടതും ഡ്രാക്കോയെയും റോൺ ഹാളിനെയും പരാജയപ്പെടുത്തി ഒക്കെ അവസാനിപ്പിക്കാൻ മൈക്കിൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ടായിരുന്നു. ലോറനും മൈക്കിളിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം എന്ന് സമ്മതിച്ചു. തന്റെ ഭാര്യയെ കൊന്ന റോൺ ഹാളിനെതിരെ പ്രതികാരം തീർക്കണം എന്നെപ്പോഴും ലോറന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ലോറൻ തന്റെ സുഹൃത്തിന്റെ സഹായത്തോടെ ആദ്യം മൈക്കിളിന്റെ എബിലിറ്റികൾ ടെസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ട്രെയിനിങ്ങിൽ മൈക്കിളിന്റെ സ്പീഡായിരുന്നു അവർ അളന്നത്. മൈക്കിളിന്റെ സ്പീഡ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്ന് ലോറൻ തിരിച്ചറിഞ്ഞു. ഇതേ സമയം മറ്റു ഫൈറ്റേഴ്സ് റോൺ ഹാൾ തയ്യാറാക്കിയ ജിമ്മിൽ ഫൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഓരോ ഫൈറ്റേഴ്സിനും അവരവരുടെ ഫൈറ്റിംഗ് സ്റ്റൈലുകൾ ഉണ്ട്. ലീ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കെ മാർക്കസ് എന്ന ഫൈറ്റർ ലീയുടെ അടുത്തേക്ക് ചെന്നു. ലീ ഒരു ലേഡി ആയതുകൊണ്ട് ലീയെ അപമാനിച്ച് കളിയാക്കി സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ കൂട്ടത്തിലെ ഏറ്റവും കേമൻ താനാണ്, നിങ്ങളിൽ നിന്നൊക്കെ ഡിഫറന്റ് ആണ്, നിങ്ങളൊക്കെ ഫാമിലി തട്ടിക്കൊണ്ടുവരപ്പെട്ടതുകൊണ്ട് മാത്രം ഫൈറ്റിൽ പങ്കെടുക്കാൻ വന്നതല്ലേ, ഞാൻ ഈ ഫൈറ്റിന് സ്വമേധയാ സമ്മതിച്ചെത്തിയതാണ് എന്നൊക്കെ മാർക്കസ് വീരവാദം മുഴക്കുന്നുണ്ടായിരുന്നു. മാർക്കസിന്റെ കുത്തിയുള്ള സംസാരം ലീക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മാർക്കസിനെ ലീ ഒരു പോരാട്ടത്തിന് ക്ഷണിച്ചു. പക്ഷേ പെട്ടെന്ന് ഡേമൻ അതിൽ ഇടപെട്ടിരുന്നു. രണ്ടുപേരെയും സമാധാനിപ്പിച്ച് ഡേമൻ അവരെ മാറ്റി നിർത്തി. മാർക്കസിന്റെ വാക്കുകൾ ഡേമനെയും ചൊടിപ്പിച്ചെങ്കിലും കാര്യങ്ങൾ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവാതെ ഡേമൻ തടഞ്ഞു നിർത്തി. അടുത്ത ദിവസം മൈക്കിൾ ലോറനൊപ്പം വീണ്ടും ട്രെയിൻ ചെയ്തു. ഇത്തവണ ലോറന്റെ മറ്റൊരു കൂട്ടുകാരൻ മൈക്കിളിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ എത്തിയിരുന്നു. ഒരാൾ ഒരു ബോക്സറും ലോറന്റെ അടുത്തൊരു കൂട്ടുകാരൻ കരാട്ടെ മാസ്റ്ററുമായിരുന്നു. അവർക്കൊപ്പമായിരുന്നു മൈക്കിൾ ട്രെയിൻ ചെയ്തത്. മൈക്കിളിന്റെ പഞ്ചിങ്ങും സഹനശക്തിയും വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ് ആയിരുന്നു അന്ന് ലോറൻ അവന് നൽകിയത്. അന്നത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പോ ലോറൻ ഒരു ലേഡിയെ മൈക്കിളിന് പരിചയപ്പെടുത്തി. അവരൊരു ഹീലർ ആയിരുന്നു. ഉള്ളിലെ മുറിവുകളടക്കം ഹീൽ ചെയ്യാൻ കഴിവുള്ള വ്യക്തി. പ്രത്യേക മരുന്നുകൾ കൂട്ടി തയ്യാറാക്കിയ ഒരു ഔഷധവും ആ ലേഡി മൈക്കിളിന് കൊടുത്തു. മൈക്കിളിന്റെ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ അത് ഉപകരിക്കുമായിരുന്നു. അന്ന് മൈക്കിളിന്റെ മുറിയിലേക്കും എത്തിയ ഡ്രാക്കോ മൈക്കിളിനെ ഒന്ന് ചൊടിപ്പിക്കുക തന്നെ ചെയ്തു. അന്ന് ലീയും മൈക്കിളും ചേർന്ന് ഒന്നിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു റിബലിയൻ സംഘടിപ്പിച്ച് ഇതിനെതിരെ ഒന്നിച്ചു നീങ്ങാൻ ഡേമൻ പറയുന്നുണ്ടായിരുന്നു. അവർ സംസാരിച്ചു നിൽക്കെ റോൺ ഹാളിന്റെ കോൾ എത്തി. അവരുടെ സംസാരമൊക്കെ റോൺ ഹാൾ ടേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. തനിക്കെതിരെ നിന്നാൽ അവരുടെ ഫാമിലിയെ അടക്കം കൊന്നുകളയും എന്ന് റോൺ ഹാൾ അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നാലെ അവർ മൂവരും റോണിനാൽ മോണിറ്റർ ചെയ്യപ്പെടാത്ത ഒരു സേഫ് പ്ലേസിലേക്ക് മാറി. അവിടെ നിന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഡേമൻ ലീയോടും മൈക്കിളിനോടും മറ്റ് ഫൈറ്റേഴ്സിനെ കൂടെ തങ്ങളുടെ കൂടെ കൂട്ടണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ കൂട്ടത്തിൽ മാർക്കസിനെ മാത്രം വിളിച്ചുകൂട്ടാൻ അവർ ഒരുക്കമായിരുന്നില്ല. അടുത്ത ദിവസം വീണ്ടും മൈക്കിൾ ലോറനെ കണ്ടു. തന്റെ ട്രെയിനിങ് തുടർന്നു. ഇത്തവണ ഡ്രാക്കോയെ എതിരിടാനുള്ള ടെക്നിക്കുകളായിരുന്നു ലോറൻ മൈക്കിളിന് പഠിപ്പിച്ചു കൊടുത്തത്. ലോറൻ കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. ഡ്രാക്കോയുടെ ബോഡി ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് കല്ലുപോലെ ഹാർഡാക്കി വെച്ചിരിക്കുകയാണ്. ഇതേ സമയം മറുവശത്ത് ഡ്രാക്കോയും തന്റെ ട്രെയിനിങ്ങിലായിരുന്നു. പക്ഷേ മൈക്കിളിന്റെ ട്രെയിനിങ് പോലൊന്നുമായിരുന്നില്ല. കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നവർക്ക് ഒരു വിലയും കൊടുക്കാതെ ക്രൂരമായി അവരെ ഉപദ്രവിക്കുകയും ചോര തുപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഫൈറ്റിംഗ് ആയിരുന്നു ഡ്രാക്കോയുടേത്. അപ്പോഴേക്കും ട്രെയിനിങ്ങിന് 3 ദിവസം മാത്രമായി കഴിഞ്ഞിരുന്നു. ലോറൻ മൈക്കിളിനെ ഡ്രാക്കോയുടെ മുൻകാല ടീച്ചർ ജൂലിയെ പരിചയപ്പെടുത്തി കൊടുത്തു. ജൂലി ഡ്രാക്കോയെ പരാജയപ്പെടുത്താനുള്ള ട്രെയിനിങ് മെത്തേഡുകളും കാര്യങ്ങളും മൂവുകളും ഒക്കെ മൈക്കിളിന് പറഞ്ഞുകൊടുത്തു. പക്ഷേ ട്രെയിനിങ് മെത്തേഡ് വളരെയധികം പ്രയാസം നിറഞ്ഞതായിരുന്നു. സ്പെഷ്യൽ
സ്പെഷ്യൽ ഫോഴ്സസ് ട്രെയിനിങ്ങിനുള്ള പോലുള്ള ട്രെയിനിങ് ആയിരുന്നു മൈക്കിളിന് ചെയ്യേണ്ടി വന്നത്. ട്രെയിനിങ്ങിന് ശേഷം ജൂലിയുമായി മൈക്കിൾ സംസാരിച്ചു. ജൂലി പറഞ്ഞു, കുട്ടിക്കാലം തൊട്ടേ താൻ ഡ്രാക്കോയുടെ ട്രെയിനർ ആയിരുന്നു. ഒരു ഘട്ടത്തിൽ റോൺഹാൾ ഡ്രാക്കോയെ തട്ടിക്കൊണ്ടുപോയി ഇന്ന് കാണുന്ന മോൺസ്റ്ററാക്കി തീർത്തു. അതിൽ നിന്നും അവനെ തിരികെ കൊണ്ടുവരാൻ താൻ ശ്രമിച്ചതാണ്. പക്ഷേ ഡ്രാക്കോ പൂർണ്ണമായും അതിന് കീഴ്പ്പെട്ടിരുന്നു. തിരികെ വരാൻ ഒരിക്കലും അവൻ തയ്യാറായില്ല. അന്ന് രാത്രിയിൽ മൈക്കിളിന് ഉറങ്ങാനേ സാധിച്ചില്ല. മകൾ ബ്രിയെ പറ്റിയുള്ള ഓർമ്മകൾ മൈക്കിളിന്റെ ഉറക്കം കെടുത്തിയിരുന്നു. ബ്രിയുടെയും മറ്റും ഫോട്ടോ അവൻ ഫോണിൽ നോക്കിക്കണ്ടു. ഇതെല്ലാം എത്രയും വേഗം അവസാനിച്ചെങ്കിൽ എന്ന് മൈക്കിൾ ആഗ്രഹിച്ചിരുന്നു. ആ ഫീലിംഗ്സ് അവനെ കൂടുതലായി ട്രെയിൻ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തു. ലോറനും ജൂലിയും കൊടുത്ത മുഴുവൻ ട്രെയിനിങ്ങും അവൻ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. കഠിനമായി പരിശീലിച്ചു. വൈകാതെ ടൂർണമെന്റ് ദിവസം എത്തിച്ചേരുകയായിരുന്നു. കൊമേറ്റ് ആരംഭിക്കാൻ പോകുന്നു. എല്ലാ ഫൈറ്റേഴ്സും തയ്യാറെടുത്തു നിന്നു. ലോറനൊപ്പമായിരുന്നു മൈക്കിൾ ഫൈറ്റിംഗ് അറീനയിലേക്ക് കടന്നു ചെന്നത്. ലോറൻ ആ സമയം മൈക്കിളിനോട് പറഞ്ഞു, ഈ ഫൈറ്റൊക്കെ നടത്തുന്നതും ഫണ്ട് ചെയ്യുന്നതും കറപ്റ്റഡ് ഒഫീഷ്യൽസും മാഫിയ പീപ്പിളും ഒക്കെയാണ്. ക്രൂരമായ ഫൈറ്റ് കാണാൻ ആഗ്രഹമുള്ള പലരും ഇതിൽ ഫണ്ട് ചെയ്യുന്നുണ്ട്. ബെറ്റിംഗ് അടക്കം നടക്കുന്നുണ്ട്. വൈകാതെ ടൂർണമെന്റ് ആരംഭിച്ചു. ഡ്രാക്കോയും ടൂർണമെന്റിലുള്ള മറ്റൊരു എതിരാളിയും തമ്മിലായിരുന്നു ആദ്യത്തെ ഫൈറ്റ് നടന്നത്. പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ എതിരാളിക്ക് ഡ്രാക്കോക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനേ സാധിച്ചില്ല. ഡ്രാക്കോ ക്രൂരമായി ആ എതിരാളിയെ മലർത്തിയടിച്ചു. ഡ്രാക്കോയുടെ പ്രവൃത്തിയും ക്രൂരമായ ഫൈറ്റും കണ്ട് അവിടുണ്ടായിരുന്ന ജോലിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. കുറെ പേർക്ക് ഡ്രാക്കോ ഉപകാരപ്പെടും എന്ന് കരുതിയാണ് പണ്ട് ജോലി ഡ്രാക്കോയെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. പക്ഷേ ഡ്രാക്കോ ഇപ്പോൾ ഒരു മോൺസ്റ്ററായി മാറി. അടുത്ത മത്സരം മാർക്കസും മറ്റൊരു ഒപ്പോണന്റും തമ്മിലായിരുന്നു. നല്ല ഫൈറ്റ് തന്നെ നടന്നു. വീക്ക് ഒപ്പോണന്റ് ആയതുകൊണ്ട് തന്നെ മാർക്കസിന് വളരെ എളുപ്പം തന്റെ എതിരാളിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. ഒന്നിനു പുറകെ മറ്റൊന്നായി പിന്നീട് ഫൈറ്റുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഫൈറ്റിനിടയിൽ നിരവധി പാർട്ടിസിപ്പന്റുകൾ കൊല്ലപ്പെട്ടതോടെ ഓഡിയൻസും എന്റർടൈൻഡ് ആവുന്നുണ്ട്. അവർക്ക് വേണ്ടിയിരുന്നതും ബ്രൂട്ടൽ ഫൈറ്റും കൊലപാതകങ്ങളും നേരിട്ട് കാണലായിരുന്നല്ലോ. അങ്ങനെ ഒടുവിൽ ഡാമന്റെ ഊഴമെത്തി. ഡേമന് ബ്ലാക്ക് ബെൽറ്റായ ഒരാൾക്കെതിരെയായിരുന്നു പോരാടേണ്ടത്. ശക്തമായ പോരാട്ടം നടന്നു. പോരാട്ടത്തിൽ വിജയിച്ചത് ഡേമനായിരുന്നു. അടുത്തത് ലീയും ബിഗ്മ എന്ന ഫൈറ്ററും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. പക്ഷേ ലീയുടെ സ്കില്ലുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ബിഗ്മയ്ക്ക് സാധിക്കില്ലായിരുന്നു. വളരെ എളുപ്പത്തിൽ ലീ ബിഗ്മയെ പരാജയപ്പെടുത്തി. അങ്ങനെ മത്സരത്തിന്റെ ആദ്യ റൗണ്ട് അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഫൈറ്റുകൾ കുറച്ച് ഡിലേ ചെയ്യാൻ റോൺഹാൾ തീരുമാനിച്ചിരുന്നു. അടുത്ത ഘട്ടം തുടങ്ങാനുള്ള ഇടവേളയിൽ ലീക്കടുത്തേക്ക് ഡേമൻ ചെന്നു. അവർ തമ്മിൽ വാക്കുറപ്പിച്ചു. ഇരുവരിൽ ആരെങ്കിലും ജയിച്ചാൽ മറ്റുള്ളവരുടെ ഫാമിലിയെ കൂടി അവർ നോക്കിക്കോളണമെന്ന്, അവരെ രക്ഷപ്പെടുത്തണമെന്ന്. അടുത്ത ദിവസമായിരുന്നു ബാക്കി ടൂർണമെന്റ് നടന്നത്. അടുത്ത റൗണ്ട് ആരംഭിച്ചു. പക്ഷേ രണ്ടാം റൗണ്ട് കൂടുതൽ ക്രൂരമായതായിരുന്നു. എല്ലാവരും കുറച്ചുകൂടി സ്കില്ലുള്ള ഫൈറ്റേഴ്സ് ആയതുകൊണ്ട് കഠിനമായ ഫൈറ്റ് തന്നെ അരങ്ങേറി. മാർക്കസ് ആയിരുന്നു അന്ന് ഡ്രാക്കോക്കെതിരെ പൊരുതിയത്. ഡ്രാക്കോയുടെ ശക്തമായ പ്രഹരമേറ്റ് മാർക്കസ് താഴെ വീണു. ഡ്രാക്കോ മാർക്കസിനെ കൊല്ലാനായി മുമ്പിട്ട് വന്നതും മൈക്കിൾ ഇടപെട്ട് മാർക്കസിനെ രക്ഷപ്പെടുത്തി. അടുത്ത മാച്ചിൽ ഡേമൻ ലീക്കെതിരെയായിരുന്നു ഫൈറ്റ് ചെയ്യുന്നത്. ശക്തമായ മത്സരം നടന്നു. അവരിരുവരും വളരെ ഫെയർ ആയിട്ടായിരുന്നു ഫൈറ്റ് ചെയ്തത്. തോക്കുന്ന വ്യക്തി രക്ഷപ്പെട്ട് പുറത്തെത്തിയാൽ റോൺ ബന്ദിയാക്കി വെച്ചിരിക്കുന്നവരെ രക്ഷപ്പെടുത്തണം എന്നവർ എഗ്രിമെന്റ് വെച്ചിരുന്നല്ലോ. അതും ഇരുവരുടെയും മനസ്സിലുണ്ടായിരുന്നു. മത്സരം അവസാനിച്ചപ്പോൾ ലീയുടെ അടുക്കൽ റോൺഹാൾ ഡേമനെ വകവരുത്താൻ പറഞ്ഞു. പക്ഷേ ലീ അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല അറീനയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു. അടുത്ത മാച്ച് മൈക്കിളും ബ്രസീലിയൻ ഫൈറ്ററും തമ്മിലുള്ളതായിരുന്നു. ബ്രസീലിയൻ ഫൈറ്റർ വളരെയധികം സ്കില്ലുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ മൈക്കിൾ ഹാർഡ് ട്രെയിനിങ് എടുത്തതാണല്ലോ. ശക്തമായ ട്രെയിനിങ് കൊണ്ട് അയാളെ പരാജയപ്പെടുത്താൻ മൈക്കിളിന് സാധിച്ചു. മാച്ച് പക്ഷെ പെട്ടെന്ന് അവസാനിക്കാൻ പോവുകയാണല്ലോ. റോൺഹാളിന് അങ്ങനെ വേണമെന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റോൺഹാൾക്ക് ഒരു ബ്രേക്ക് ടൈം പ്രഖ്യാപിച്ചു. ബ്രേക്ക് ടൈമിന്റെ സമയത്ത് ലീ ഡേമനെ കാണാനെത്തി. ഫൈറ്റിനിടയിൽ ഡേമന്റെ കൈയിന് സാരമായി പരിക്കേറ്റിരുന്നു. അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രധാന പദ്ധതി പ്രിസണേഴ്സ് ആയിട്ടുള്ളവരെ രക്ഷപ്പെടുത്തുക എന്നതാണ് എന്ന കാര്യം ഡേമൺ ഒരിക്കൽ കൂടി അവളെ ഓർമ്മിപ്പിച്ചു. ഇതേ സമയം മറുവശത്ത് റോൺ നടത്തിപ്പുകാരോട് സംസാരിക്കുകയായിരുന്നു. മൈക്കിളിനെ ഏറ്റവും കരുത്തനായ പോരാളിക്കൊപ്പം ലിസ്റ്റ് ചെയ്യാൻ റോൺഹാൾ ആവശ്യപ്പെട്ടു. മൈക്കിളാണ് കൂട്ടത്തിലെ മികച്ച ഫൈറ്റർ എന്നും റോൺഹാൾ വിലയിരുത്തുന്നുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് മൈക്കിളിനെ പരിക്കേൽപ്പിക്കാൻ റോൺഹാൾ തന്റെ ആളുകളെ പറഞ്ഞുവിട്ടു. മൈക്കിളിന് പരിക്കേറ്റാൽ അടുത്ത ദിവസം തന്റെ ആളുമായി മൈക്കിൾ പോരടിക്കുമ്പോൾ അവൻ പരാജയപ്പെടുമല്ലോ എന്ന് റോൺഹാൾ കണക്കുകൂട്ടിയിരുന്നു. ഇതേ സമയം മറുവശത്ത് മാർക്കസ് ആരുമറിയാതെ സിറ്റിയിലേക്ക് കടക്കുകയായിരുന്നു. മാർക്കസ് നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെത്തി കുമിറ്റയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയിച്ചു. പക്ഷേ ആക്ഷൻ എടുക്കാനോ ഒന്നും കൈക്കൂലിക്കാരനായ ഓഫീസർ തയ്യാറായിരുന്നില്ല. ഉടനടി മാർക്കസ് താൻ ആരാണെന്ന കാര്യം വെളിപ്പെടുത്തി. മാർക്കസ് യാഥാർത്ഥ്യത്തിൽ ഒരു CIA ഉദ്യോഗസ്ഥനായിരുന്നു. അണ്ടർ കവർ ഏജന്റ് ആയിരുന്നു.
ആയിരുന്നു. മുമ്പ് തൊട്ടേ റിപ്പോർട്ടുള്ള കുമിറ്റയുടെ കാര്യങ്ങൾ പഠിച്ച് നടപടിയെടുക്കാനായിട്ടായിരുന്നു അവനങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. മാർക്കസിന്റെ ഐഡന്റിറ്റി വെളിപ്പെട്ടതും ഓഫീസർക്ക് മാർക്കസിനെ സഹായിക്കാതെ മറ്റു വഴികളുണ്ടായിരുന്നില്ല. തലേ ദിവസത്തെ ഫൈറ്റിൽ മൈക്കിളിന്റെ കയ്യിൽ ചെറിയ പരിക്ക് പറ്റിയിരുന്നു. ലോറൻ പരിചയപ്പെടുത്തിയ ലേഡിയായിരുന്നു മൈക്കിളിന് വേണ്ടി ട്രീറ്റ് ചെയ്തത്. ഈ ടൂർണമെന്റിൽ നിനക്ക് വിജയിക്കാൻ പറ്റുമെന്നും ബ്രിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നും ലോറൻ മൈക്കിളിനോട് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ഫൈറ്റ് ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ലീ ഡ്രാക്കോയെ എതിരിടുമായിരുന്നു. ഫൈറ്റിൽ ഡ്രാക്കോ വിജയിച്ചു. ഡ്രാക്കോ ലീയെ വകവരുത്തേണ്ടതായിരുന്നു. പക്ഷേ റോൺഹാൾ അതിലിടപെട്ട് ലീയെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. കാര്യം ആളുകൾക്ക് ലീയുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ ഇഷ്ടമായിരുന്നു. അടുത്തത് മൈക്കിളും അടുത്ത എതിരാളിയും തമ്മിലുള്ള മത്സരമായിരുന്നു. ശക്തമായ ഫൈറ്റിൽ മൈക്കിൾ വിജയിച്ചു കയറി. പരിക്കേറ്റിരുന്ന കൈയുമായിട്ടാണ് മൈക്കിൾ ഫൈറ്റ് ചെയ്തത്. കൂടുതൽ പരിക്ക് പറ്റിയെങ്കിലും മത്സരത്തിൽ മേൽക്കൈ നേടുവാനും വിജയിക്കാനും മൈക്കിളിന് സാധിച്ചു. അങ്ങനെ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിലേക്ക് എത്തി. മൈക്കിളും ഡ്രാക്കോയും തമ്മിൽ ഫൈറ്റ് നടക്കും. പക്ഷേ മൈക്കിളിന്റെ കയ്യിലെ ഇഞ്ചുറി കുറച്ച് വഷളായി കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും മൈക്കിൾ തീരുമാനിച്ചുറപ്പിച്ച് ഡ്രാക്കോക്കെതിരെ പോരടിക്കാനിറങ്ങി. ഇതേ സമയം മറുവശത്ത് ലീയും ഡേമിയോനും ചേർന്ന് ബന്ദിയാക്കപ്പെട്ട പ്രിസണേഴ്സായ തങ്ങളുടെ ഫാമിലീസിനെ കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചിരുന്നു. ഒടുവിൽ റോൺഹാൾ ബന്ദിയാക്കി വെച്ചിരുന്ന ഫാമിലീസുള്ള ഇടം അവർ മനസ്സിലാക്കി. അവിടെ കാവൽക്കാരുണ്ടായിരുന്നു. അവരോട് ഏറ്റുമുട്ടി അവർ ഫാമിലീസിനെ സുരക്ഷിതമായി മോചിപ്പിച്ചു. മറുവശത്ത് അപ്പോഴേക്കും ഡ്രാക്കോയും മൈക്കിളും തമ്മിലുള്ള ഫൈറ്റ് ആരംഭിച്ചിരുന്നു. ശക്തമായ ഏറ്റുമുട്ടലായിരുന്നു അത്. കയ്യിന് പരിക്കേറ്റിരുന്നതുകൊണ്ട് മൈക്കിളിന് വലിയ തോതിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡ്രാക്കോ അത് മുതലെടുത്ത് മൈക്കിളിനെ അടിച്ച് താഴെ വീഴ്ത്തി. താഴെ വീണ മൈക്കിൾ തന്റെ മകൾ ബിയെപ്പറ്റി ഓർത്തു, ഭാര്യയെപ്പറ്റി ഓർത്തു. ചോരയൊലിപ്പിച്ചിട്ടാണെങ്കിലും വീണെടുത്തു നിന്ന് മൈക്കിൾ എഴുന്നേറ്റ് വന്നു. മനസ്സുറപ്പുകൊണ്ട് ഡ്രാക്കോക്കെതിരെ വീണ്ടും പൊരുതി. ശക്തമായ മൈക്കിളിന്റെ തിരിച്ചടിയിൽ ഡ്രാക്കോ കടിപതറി. ചരിത്രത്തിൽ ആദ്യമായി ഡ്രാക്കോയെ ഒരാൾ പരാജയപ്പെടുത്തി. മൈക്കിളിന്റെ ആ വിജയത്തിൽ രക്ഷപ്പെടുത്തിയ ഫാമിലീസും പാർട്ടിസിപ്പൻസും ഒക്കെ സന്തോഷിച്ചിരുന്നു. പിന്നാലെയായിരുന്നു മാർക്കസും പോലീസ് സംഘവും എത്തിച്ചേർന്നത്. അവിടം വളഞ്ഞ പോലീസ് സംഘം റോൺഹാളിന്റെ ആളുകളെയും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നവരെയും ഒക്കെയടക്കം അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. റോൺഹാൾ ഇതിനിടയിൽ പിന്നിലൂടെ രക്ഷപ്പെട്ടു പോവാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ കാത്തുനിന്ന ലോറൻ റോൺഹാളിനെ എതിരിട്ടു. തന്റെ ഭാര്യയെ കൊന്നതിന് റോൺഹാളിനോട് പ്രതികാരം തീർക്കാൻ ലോറൻ തീരുമാനിച്ചിരുന്നു. ലോറൻ അതിന് മുതിരുമ്പോഴേക്കും അങ്ങോട്ടേക്ക് മൈക്കിളും മാർക്കസും ഒക്കെ വന്നെത്തി. ലോറനെ തടഞ്ഞ മൈക്കിൾ പ്രതികാരം കൊണ്ട് ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്ന് ലോറനെ അറിയിച്ചു. മാർക്കസ് റോൺഹാളിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. വീണുകിടന്നിരുന്ന ഡ്രാക്കോക്കടുത്തേക്ക് ജൂലി എത്തി. തെറ്റുതിരുത്തി ജീവിക്കാൻ തന്റെ കൂടെ വരുന്നോ എന്ന് ഡ്രാക്കോയോട് ചോദിച്ചു. ഡ്രാക്കോ നടുവിരൽ ഉയർത്തി കാണിക്കുകയായിരുന്നു ചെയ്തത്. ജൂലിക്ക് ദേഷ്യം വന്ന് ജൂലി അവനെ ചവിട്ടി താഴെയിട്ടു. എല്ലാം ഏറെക്കുറെ ശുഭകരമായി അവസാനിച്ചിരുന്നു. വൈകാതെ ലോറന്റെ മകൾ ലോറനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വന്നു. മകൾക്കൊപ്പം ലോറൻ സന്തോഷത്തോടെ പുതിയ ജീവിതം തേടി യാത്രയാകുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഫൈറ്റിംഗ് ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.